ലോകത്തില് സുരക്ഷയുടെ കാര്യത്തില് ഏറ്റവും മുന്നിലുള്ള വാഹനമാണ് വോൾവോയുടെ വാഹനങ്ങൾ എന്ന് പറയുന്നത്. സുരക്ഷയിൽ ഏറ്റവും മുൻപന്തിയില്ല. വോൾവോയെ സുരക്ഷയുടെ കാര്യത്തിൽ വെല്ലാൻ വേറൊരു വണ്ടിയും ഇല്ലെന്നാണ് പൊതുവെ പറയാറ്. ഇവരുടെ വാഹനങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് നടക്കുന്ന പരീക്ഷണങ്ങൾ തന്നെ മലയുടെ മുകളിൽ നിന്ന് താഴേക്കിടുക, ക്രെയിനിൽ കെട്ടിപ്പൊക്കി താഴേക്കിടുക, പാറക്കല്ലുരുട്ടി മേളിലിടുക, ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങളാണ് വോൾവോയുടെ വാഹനങ്ങളിൽ എപ്പോഴും അവർ നടത്താറ്. അത്രയേറെ സേഫ്റ്റിയും ബോഡി ക്വാളിറ്റിയും ഒക്കെയാണ് വാഹനത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷയുള്ള ക്വാളിറ്റിയുള്ള വാഹനമായിട്ട് ഇതിനെ പൊതുവെ കാണുന്നതും. എന്നാൽ അതീവ സങ്കടകരമായ ഒരു വാർത്ത ഇപ്പൊ പുറത്തു വരികയാണ്. അതായത് നിലമംഗലയ്ക്ക് സമീപത്ത് ഒരു കുടുംബത്തിലെ 6 പേര് സഞ്ചരിച്ചിരുന്ന ഒരു വോൾവോ കാറ് അപകടത്തിൽപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മളെ വളരെയധികം വേദനയിൽ ആഴ്ത്തുന്നത്. ദേശീയപാത 48 ഇന്ന് രാവിലെ ആയിരുന്നു അപകടം നടന്നത്. ചരക്കുകൾ കയറ്റി ബംഗളൂരുവിൽ നിന്ന് തുമക്കൂരുവിലേക്ക് പുറപ്പെട്ട കണ്ടെയ്നർ ലോറി ഈ ഒരു വോൾവോ കാറിന് മുകളിലേക്ക് മറിയുകയാണ് ഉണ്ടായത്. വിജയപുരയിലേക്ക് അവധി ആഘോഷിക്കാനായിട്ട് പോകുന്ന ചന്ദ്രയപ്പ ലോകയും കുടുംബവുമാണ് വോൾവോ കാറിലുണ്ടായിരുന്നത്. ഈ രണ്ട് കാറുകളും വാഹനങ്ങളും ഈ ലോറിയും ഈ കാറും ഒരേ ഡയറക്ഷനിലാണ് സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ ഇതിനിടയിൽ എതിർ ദിശയിൽ നിന്നൊരു ലോറി വരികയും ആ ലോറിയുമായിട്ട് കണ്ടെയ്നർ ലോറി കൂട്ടിയിടിക്കുകയുമാണ് ഉണ്ടായത്. അങ്ങനെ അതിന്റെ നിയന്ത്രണം വിടുകയും അങ്ങനെ 2 ലോറികളും മറിയുകയും ചെയ്യുന്നു. കണ്ടെയ്നർ ലോറി വീണത് സമീപത്തെ ട്രാക്കിലൂടെ പോവുകയായിരുന്ന കാറിന്റെ മുകളിലേക്കായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നർ ലോറി ഉയർത്തിയ ശേഷം കാറ് വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. കാറിലുണ്ടായിരുന്നവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും സുരക്ഷയുള്ള ഒരു വാഹനമായിരുന്നു വോൾവോയുടെ വാഹനം. പൊതുവെ അതിന് പേരുകേട്ട സുരക്ഷയ്ക്ക് പേരുകേട്ട ഒരു വാഹനമാണ്. പക്ഷേ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ഒരു കണ്ടെയ്നർ ലോറി ഒരു വാഹനത്തിന്റെ പുറത്തൂടെ മറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാം. അതിനിപ്പോൾ എത്ര സുരക്ഷയുള്ള വാഹനമാണെങ്കിലും അപകടം മനുഷ്യ ജീവൻ കവരുന്ന തരത്തിൽ തന്നെ ആയിരിക്കും.